ഈ വെരിക്കോസ് വെയിനുള്ള പ്രത്യേകിച്ച് അൾസറിലും ഉള്ളവർക്കൊക്കെ നമ്മൾ സാധാരണ എക്സർസൈസസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അൾസർ ഉള്ള ആൾ നടക്കാൻ പാടില്ല. അതായത് കാല് ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞാൽ അൾസർ ഹീലിംഗ് നടക്കുകയില്ല. അവരോടാണ് നമ്മൾ ഫുൾ റെസ്റ്റ് പറയാറുള്ളത്. വെരിക്കോസ് വെയിൻ പേഷ്യൻസ് അൾസർ ഹീൽ ചെയ്യുന്നോടം വരെ റീസണബിളി നല്ല റെസ്റ്റ് എടുക്കാതെ പറ്റില്ല. പക്ഷേ ഇവർക്ക് ഓവർ റെസ്റ്റ് എടുത്ത് നമ്മൾ അനങ്ങാതെ ബെഡേ കയറി കിടന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ്. കാരണം ഈ വീനസ് ഫ്ലോ ശരിയാകാത്തത് കൊണ്ട് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും. അതും അതുപോലെ പൾമണറി എംബോളിസം, അത് കഴിഞ്ഞിട്ട് കുറേ നേരം നടന്നു വെച്ചിട്ട് പിന്നെ എഴുന്നേറ്റ് നടന്നു കഴിയുമ്പോഴേക്കും പൾമണറി എംബോളിസം വന്ന് ഇവനതൊരു ഒരു വളരെ മാരകമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പം അങ്ങനെയൊക്കെ വരാം. അപ്പം അനങ്ങാതെ കിടക്കാനും പറ്റില്ല, അതേ സമയത്ത് ചെയ്യാനും പറ്റില്ല, എക്സസൈസ് ചെയ്യാനും പറ്റില്ല, നടക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഒത്തിരി നടന്നു കഴിയുമ്പോഴേക്കും ഈ വെരിക്കോസ് വെയിൻ്റെ ഏർലി സ്റ്റേജിലാണ് നമ്മൾ നടക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ലേറ്റ് സ്റ്റേജ് വരുമ്പോഴേക്കും നമുക്ക് അതൊന്നും പറ്റാതെ വരും. അപ്പം ഞാനതൊരു എക്സാമ്പിളായിട്ട് ഞാനൊരു പേഷ്യൻറ്റിൻ്റെ തന്നെ പറയാം. ഈ വെരിക്കോസ് വെയിൻ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണല്ലോ. അപ്പം ഇദ്ദേഹത്തിനാണെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും കൂടെയുണ്ട്. ആമവാദം എന്ന് പറയുമല്ലോ. ആമവാദമുണ്ട്, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട്, പൈൽസ് ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, ലിവറിന് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട്, കാലിലാണെങ്കിൽ ചെറിയ അൾസറുണ്ട്. നേരത്തെ 2 പ്രാവശ്യം ബ്ലീഡിങ് വന്നിട്ടുള്ള ആളാണ്. അപ്പം ഇദ്ദേഹത്തിന് അർത്രൈറ്റിസിൻ്റെയും കൂടെ പ്രശ്നം ഉള്ളതുകൊണ്ട് കാലിന് വേദന, കഴുത്തിന് വേദന എല്ലാം ഉണ്ട്. അപ്പം എന്ത് എക്സസൈസ് ചെയ്യാമെന്നാണ് നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കുമ്പം നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറയാനല്ലേ പറ്റുള്ളൂ. അപ്പം ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലെ എക്സസൈസ് പാറ്റേണിൻ്റെ നമ്മൾ ഓക്സിഫ്ലെക്സ് എന്ന് പറയും. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടുമായിട്ട് മാത്രം ചെയ്താൽ മതി. അപ്പം ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും ഈ മുട്ട് മാറ്റി വെക്കാനൊക്കെ പറഞ്ഞിട്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പേഷ്യൻ്റ് ഉണ്ട്. ഇവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടക്കുകയാണെങ്കിലും നമ്മുടെ വയറിറക്കം കുറയുകയില്ല. യൂഷ്വലി നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡെയിലി 10 കിലോമീറ്റർ ഓട്ടോ നടക്കുകയൊക്കെ ചെയ്താലും കുടവയർ അങ്ങനെ തന്നെ നിൽപ്പുണ്ടാവും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വെയിറ്റ് കുറയുന്നതനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് പോകുന്നവർക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എത്ര വെയിറ്റാണ് കുറയാൻ പോകുന്നതെന്ന്. ഏതാണ്ട് ഒരു 15-20% ഓഫ് ദ ബോഡി വെയിറ്റ്. അപ്പോൾ 100 ഉള്ളവർക്ക് 80ലേക്ക് വരാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഇനി അത്രയ്ക്കൊന്നും നോക്കിയില്ലെങ്കിൽ തന്നെ ഒരു 15%, 100 ഉള്ള ഒരാൾക്ക് 85ലേക്കെങ്കിലും എത്താൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള പാരാമീറ്റേഴ്സിൽ നമുക്ക് അതിൻ്റെ ഒപ്പം എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അത് കുറയും. ഈവൻ വയറിൻ്റെ ചുറ്റളവും നമ്മളൊരു ഒരു ഒരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് വയർ എത്ര കുറയുന്നുണ്ട്. കാരണം വയറ് കുറയുന്നുണ്ടോ എന്ന് നോക്കി നമുക്കറിയാം അവരെത്ര പറയുന്ന പോലെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് തന്നെ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ വയറും കുറഞ്ഞു വരുന്നുണ്ടാവും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.